632 നബി മയ്യത്താവുന്നു. ഒരാള് പരമോന്നത നേതാവ് മരിക്കുമ്പോൾ തർക്കം വരുമല്ലോ, സ്വാഭാവികമായി. അന്ന് തർക്കം ഉണ്ടായത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് നബിയുടെ അലി ഇബൻ അബി താലിബ്, അലി എന്നാണ് അറിയപ്പെടുന്നത്. അലിയുടെ പേരിൽ പള്ളിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അലി പിൻഗാമി ആകണം എന്ന് അലിയുടെ ചേരി വാദിച്ചു. പക്ഷെ അബൂബക്കറാണ് പിൻഗാമി ആയത്. അതാണ് സുന്നി വിഭാഗമായിട്ട് മാറുന്നത്. ആ അലിയുടെ മരുമകന്റെ ബ്രാഞ്ച്, ശാഖ, അതാണ് ഷിയാകളായിട്ട് മാറുന്നത്. പക്ഷെ ഷിയ എന്ന് പറഞ്ഞൊരു വിഭാഗമായിട്ട് അലിയുടെ കാലത്ത് മാറുന്നില്ല. മാത്രമല്ല, അലി 4ാമത്തെ ഖലീഫയാണ്. അബൂബക്കർ ആദ്യത്തെ ഖലീഫ, അലി 4ാമത്തെ ഖലീഫ 656 മുതൽ 661 വരെ. അലിയുടെ മകൻ ഹുസൈൻ്റെ കാലത്ത് ആണ് ഷിയ എന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമായിട്ട് തിരിയുന്നത്. ഹുസൈൻ കർബല യുദ്ധത്തിൽ 680 കൊല്ലപ്പെട്ടു. ഈ ഖലീഫമാരെയൊക്കെ മുഴുവൻ ചോര, ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചോരയിൽ മുങ്ങി കിടക്കുകയാണ്. ഈ ഖലീഫമാരെയൊക്കെ കൊന്ന്, കൊച്ചുമക്കളെയൊക്കെ കൊന്ന്. അങ്ങനെ ഈ ഹുസൈൻ്റെ കാലത്ത് ആണ് കർബല യുദ്ധത്തിൽ ഹുസൈൻ മരിച്ചുപോയി 680. ഷുഹദാവ് എന്ന് പറയും. ഷാഹിദ് എന്നുള്ളതിന്റെ മലയാളമാണ് ഷുഹദാവ്. രക്തസാക്ഷി, രക്തസാക്ഷിത്വം വഹിക്കുക. രക്തസാക്ഷിത്വം വഹിക്കാനായിരുന്നു മറ്റേ ഖമനയുടെ ആഗ്രഹം എന്ന് നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നതാണ്. അതാണ് വലിയ കാര്യം. നല്ല ഹൂറികളുടെ കൂടെ ജീവിക്കാൻ പറ്റുള്ളൂ പിന്നെ പോയിട്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഹുസൈൻ്റെ കാലത്ത് ഈ സെക്ട് ഉണ്ടായി, ഷിയാകൾ. ഷിയ സുന്നി വൈരം. പിന്നെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉന്മൂലനവും ഒക്കെ അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഇരിക്കെ ഇപ്പോ ഇസ്രയേലും അമേരിക്കയും കൂടി ഷിയ രാജ്യത്തിനെ ആക്രമിച്ചു. അങ്ങനെ ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഗൾഫിലെ സകല സുന്നി രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ അമേരിക്കൻ താവളങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രമല്ല, ഈ സുന്നി രാജ്യങ്ങളെ ഇറാൻ ആക്രമിക്കാനുള്ള കാരണം അവർ സുന്നികളാണ്. അവർ ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരാണ് എന്നുകൂടി ഇറാൻ കാണുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.